കോൺഗ്രസിനെതിരെ ദേശീയ തലത്തിൽ തന്നെ ഏതായാലും അവർ ഈ സംഘപരിവാറിന്റെ പാതയിലാണെന്ന വിമർശനം നേരത്തെ ഉണ്ട്. പക്ഷെ കേരളത്തിലെ മുസ്ലിം ലീഗ് ഇതിന് കീഴ്പ്പെടുകയാണോ, അവർ ചെയ്യേണ്ടി വരികയാണോ അവർക്ക്? എനിക്കങ്ങനെ തോന്നുന്നില്ല. കാരണം എന്താ പറഞ്ഞാൽ ഈ ഓർഡർ ഇറങ്ങിയ ഉടനെ തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് ഈ ഓർഡർ താഴത്തേക്ക് ഇറക്കുന്നത്. അപ്പോൾ ലീഗ് എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് ഒരു ആത്മവഞ്ചനയുടെ നിലപാടാണ്. മതനിരപേക്ഷ ഉള്ളടക്കത്തിന് യോജിച്ച ഒന്നല്ല എന്ന് ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ കാലഘട്ടത്തിൽ ജവഹർലാൽ നെഹ്റുവും ഗാന്ധി ഉൾപ്പെടെ കണ്ട് അത് ഉപയോഗിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ച ഭാഗം അതുകൂടി ചേർത്തുകൊണ്ട് താഴെ ആ ഗാനം ആലപിക്കണം എന്ന് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ UDFിൻ്റെ ഭാഗമായിട്ട് കോൺഗ്രസിനെ പറ്റി പറയുന്ന പോലെ അതിൻ്റെ മുൻപന്തിയിൽ നിന്നുകൊണ്ട് ലീഗ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താവായിട്ട് നടക്കുകയാണ്. അതാണിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചിത്രം. ഈ സ്വാതന്ത്ര്യദിന ചടങ്ങിൽ ഇത് ആലപിക്കുമ്പോൾ അത് തടയുന്ന പ്രശ്നമുണ്ടാവും, ആകെ അലങ്കോലാവുന്ന പ്രശ്നമായി മാറുമോ ഇത്? തടയുക എന്നുള്ളതൊന്നും ഇപ്പോൾ നമ്മുടെ അജണ്ടയിലില്ലല്ലോ. അത് ജനങ്ങളുടെ ബോധ നിലവാരത്തിൽ എത്തിക്കുക എന്നുള്ളതാണ്, ജനങ്ങളുടെ പൊതുബോധമാക്കി മാറ്റുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് അതിനെ പോയിട്ട് അവിടെ പോയിട്ട് തടഞ്ഞ് വിക്കറ്റ് ചെയ്തിട്ട് ഇതാക്കേണ്ട കാര്യമല്ല ഞാൻ പറഞ്ഞത്. അല്ല, പ്രതിഷേധിക്കേണ്ടത് ജനങ്ങളുടെ മനസ്സിലാണ്, നിങ്ങളിലാണ് ആ ബോധം ഉണ്ടാകേണ്ടത്, ജനങ്ങളിലാണ് ആ ബോധം ഉണ്ടാകേണ്ടത്. ജനങ്ങളിൽ ബോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യം പച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വന്ദേമാതരം പാടുമ്പോൾ സ്വാഭാവികമായി എല്ലാവരും എഴുന്നേറ്റ് നിൽക്കും. അപ്പോൾ ഇത് മുഴുവൻ പാടുമ്പോൾ അങ്ങനെ നിൽക്കേണ്ട കാര്യമുണ്ടോ? അല്ല, അങ്ങനെ നിൽക്കേണ്ട കാര്യമുണ്ടെന്ന് ചോദിച്ചാൽ വി ഡി സതീശൻ യഥാർത്ഥത്തിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ? രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രതിഷേധം രൂപപ്പെട്ട് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജനങ്ങളുടെ ബോധ നിലവാരത്തിലേക്കാണ് അത് വരേണ്ടത്. അതിനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അല്ലാണ്ട് അവിടെ പോയി കയ്യേറ്റം ചെയ്യാനോ മറ്റ് പ്രശ്നം ഉണ്ടാക്കാനോ നിങ്ങൾ പറഞ്ഞ പോലെ വേറെ വേണ്ടാത്ത രീതിയിലുള്ള ഒരു തർക്കത്തിലേക്ക് പോകാനോ അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, ബലപ്രയോഗത്തിലല്ല. അല്ലെങ്കിലും ഈ കാര്യം നിൽക്കണമെന്നില്ല. ഇല്ല, ജനഗണന പോലെ അറ്റൻഷനായിട്ട് അതിന് പൊസിഷൻ ഉണ്ട്, അത് വേണമെന്നില്ല. ഇതില്ല, അങ്ങനെയില്ല. അല്ല, അന്ന് ഇപ്പോൾ നമുക്കിപ്പോൾ സത്യപ്രതിജ്ഞ ദിവസം എല്ലാവരും എഴുന്നേറ്റ് നിന്നല്ലോ. അത് അന്നൊരു പുതിയ അനുഭവമായിരുന്നല്ലോ. അത് അതിന് മുമ്പിട്ടായി ഉണ്ടാവാതെ. അതെ, അതറിയാതാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ അറിഞ്ഞുകൊണ്ടല്ലേ പ്ലാൻ ചെയ്തത്. അന്ന് അറിയാതെ പറഞ്ഞു, ഇപ്പോഴറിയാണ്ടാണോ? ചീഫ് സെക്രട്ടറി ഓർഡർ ഇറക്കുകയും അത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഉൾപ്പെടെ താഴത്തേക്ക് അറിഞ്ഞുകൊണ്ട് ചെയ്യുമ്പോൾ അത് തടയേണ്ട വിഷയമായി മാറൂലേ? അല്ല, നമുക്ക് അറിയിക്കാം. നിങ്ങളുടെ നിർദ്ദേശം നമുക്ക് പരിഗണിക്കാൻ പറ്റുമോ നോക്കാം. ഏതായാലും നമ്മളിപ്പോൾ ആലോചിച്ചിട്ടില്ല. ഞങ്ങളിപ്പോൾ ആലോചിച്ചത് ജനങ്ങളുടെ ബോധം മനസ്സിലേക്ക് അത് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. ഈ അർജുൻ ആയങ്കിന്റെ വിഷയം വലിയ ചർച്ചയാണ്. ഇങ്ങനെ പോലീസിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എന്തുകൊണ്ട് നേരത്തെ പിണറായി ചോദിച്ച പോലെ തന്നെ ഞങ്ങൾക്കത് ബന്ധം ഈ ആയങ്കിയായിട്ടൊന്നും ഉപയോഗിക്കുന്നത് ഭീഷണിപ്പെടുന്നൊക്കെ ഞാൻ പഴയ പാർട്ടിക്കാരനാണെന്നുള്ള ലൈനിലാണ് ഭീഷണി. അത് നേരിടാൻ പറ്റുന്ന ഭരണകൂട സംവിധാനം ഇല്ലെങ്കിൽ പിന്നെ വേറെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. CPM-ഉമായിട്ട് ആയങ്കിക്ക് യാതൊരു തരത്തിലുള്ള ബന്ധവും ഇപ്പോൾ ഇല്ല. ഇല്ലാന്ന് ഇപ്പം പറഞ്ഞതല്ല, മുമ്പേ പറഞ്ഞാണ്. ഇപ്പം പറഞ്ഞതല്ല, മുമ്പേ തന്നെ പറഞ്ഞു. അത് അങ്ങനെയാണ്, ഭയങ്കര ആക്ഷേപമായിരിക്കും അത് ഉന്നയിച്ചത് മനു തോമസ് ആണ്. മനു തോമസ് ആണ് അങ്ങനെ ഒരു ആരോപണം ഉയർത്തിയത്. ശരി, മതിയാക്കാം. വെറുതെ ആവശ്യമില്ല കാമ്പില്ലാത്ത കാര്യം പറഞ്ഞിട്ട് നമ്മൾ വളരെ സീരിയസ് ആയ ഒരു പ്രശ്നത്തിൻ്റെ ഒന്നും പിരിയണ്ട. അതുകൊണ്ട് അത് പറയാതെ. അത് സീരിയസ് ഒന്നുമല്ല, ഇതൊരു സീരിയസും ഇല്ല. ഇതിനകത്തൊരു സീരിയസും ഇല്ല. ഇവൻ്റെ ഈ കാര്യത്തിൽ എന്ത് സീരിയസ് വന്നിരിക്കുന്നു? ക്രിമിനലായിട്ട് നടക്കുന്ന ചില ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രചാരണ പ്രവർത്തനത്തിൽ ഞങ്ങൾ ഇതിന് മറുപടി പറയണം? CPM ഇല്ല.